എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നമ്മുടെ വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ ഇന്നിവിടെ 66-ന്റെ അപ്ഗ്രീസിങ്ങും ഓയിൽ ചേഞ്ചും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. 9 ലക്ഷം കിലോമീറ്റർ ആയപ്പോൾ നമ്മൾ അപ്ഗ്രീസിങ്ങും ഓയിൽ ചേഞ്ചും ഒക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. ഇപ്പോൾ 11 ലക്ഷം കിലോമീറ്റർ ആയി. 11 ലക്ഷം കിലോമീറ്റർ എപ്പോഴായി? 10-20 ആയുള്ളൂ. അല്ല, മാറിപ്പോയതാ. ഞാൻ എവിടെ വണ്ടിയുടെ ഡീറ്റെയിൽ ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വയസ്സ് 11 വയസ്സും 4 മാസമായിരുന്നു. അത് മറന്നുപോയി, പെട്ടെന്ന് മിക്സ് ആയിപ്പോയി രണ്ടും കൂടെ. അതുപോലെ തന്നെ വേറെ കാര്യം കൊണ്ടുണ്ട്. 66-ന്റെ ബർത്ത്ഡേ എന്താണെന്നറിയാം? 2/2/2015. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എന്നാ 2/2/2003. അതെ, സെയിം ഡേറ്റ്. അതെ, കോയിൻസിഡൻസ്. അതുപോലെ തന്നെ ഒരു വണ്ടിയും കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇത് 66 അല്ലേ? 666 കൂടെ ഉണ്ടായിരുന്നല്ലോ. അത് കൊടുത്തു. ഒരു അനിയനൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങനെ ഓരോ നോക്കിയപ്പോഴായാലും 666 ഈ വണ്ടി എന്ത് ചെയ്യും ഇപ്പം ഒക്കെ കൊടുത്തു. ഒത്തിരി നാളായി. അപ്പോൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്ന് ആദ്യം എനിക്കാണ് കഫക്കെട്ട് പിടിച്ചത്. അതിങ്ങനെ എല്ലാവർക്കും ഞാൻ കൊടുത്തു. ഇപ്പം ഉണ്ണിക്കായി, മുത്തിന്, ദാമിക്കുട്ടിക്ക്, കുഞ്ഞിക്കിളിക്ക്, അങ്ങനെ ഫാമിലിയോടെ ഇപ്പം ജലദോഷത്തിലിരിക്കും. അതെ, ജലദോഷവും ചുമയും കഫക്കെട്ടും. എൻ്റെ ഇച്ചിരി കുറഞ്ഞു, എന്നാലും സൗണ്ടൊന്നും അങ്ങനെ അത്ര ക്ലിയർ ആയില്ല. ഞാനിപ്പോൾ പീക്ക. അതെ, മുത്തിന് നല്ല കഫക്കെട്ടാ, ചുമയും. അപ്പോൾ നമ്മുടെ കാരവണ്ടി കൊണ്ട് നമ്മൾ സർവീസിനൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോകണം. അതെടുത്തു. അവിടുന്ന് എറണാകുളത്ത് നിന്ന് എടുത്ത് നമ്മൾ റേച്ചറിൻ്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവരുന്നുണ്ട്. അതിന് മറ്റേ ടോയ്ലറ്റിൻ്റെ കേസ് നോക്കാൻ വേണ്ടി. അപ്പം അതിപ്പോൾ ശരിയാവും. ഇപ്പോൾ നമ്മളങ്ങ് ചെല്ലുമ്പോഴത്തേക്കും. വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല. ഇല്ല. അപ്പം ഞാൻ റെസ്റ്റിലായതുകൊണ്ട് ഞാനും ഇന്ന് വരുന്നില്ല. ഇനി കുറച്ച് ദിവസത്തേന് വരുന്നില്ല. വരുന്നുണ്ടെങ്കിലും കൊണ്ടുപോയില്ല, കൊണ്ടുപോകത്തുമില്ല. അതെനിക്കറിയാം, അതുകൊണ്ടാണ് വരുന്നില്ലെന്ന് പറഞ്ഞേ. അപ്പം നിങ്ങൾ പോയിട്ട് വന്നാ ഞങ്ങൾ പോയിട്ട് വരാം. കുളിച്ച് കുറിയൊക്കെ തൊട്ട് രണ്ടുപേര് വരുന്നുണ്ട്. രാവിലെ 9 മണി 10 മണി ആകുമ്പോൾ പോകാന്ന് പറഞ്ഞാ. അല്ല, ഞങ്ങൾ ബാങ്കിൽ പോയിട്ട് ബാങ്കിൽ കുറച്ച് ദുബായിലെ സമയം വെച്ച് പോലും ഇത്രയും വ്യത്യാസം വരത്തില്ല. ഞങ്ങളുടെ കുഴപ്പമില്ല, അവിടുത്തെ താമസമായിരുന്നു. നീ അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പം എന്തിയേ ബാക്കി ഭാഗം എന്തിയേ? പോകാൻ റെഡിയായിട്ട് ഇവിടെ നിൽക്കാനായിട്ട് പറഞ്ഞാലേ. എങ്ങോട്ട് ഇറങ്ങും? വിളിക്കോ? അതുകൊള്ള ഇച്ചിരി സമാധാനം കിട്ടത്തൊന്നും കണ്ടായി. അത് ഞാനിവിടെ വന്നാലും ഇവിടെ ഇതിനകത്തിരിക്കുകയല്ല. പിന്നെ ബഹുമാനം കൊണ്ടാ, വേറെ ഒന്നുമല്ല. പോടാ, അങ്ങനെ പറയാതെ. മുടിയൊക്കെ നരച്ചടാ. ഒരു വെള്ള വീശിയേക്കുന്നുണ്ടോ? നേരക്കല്ല, നിന്റെ അത്രയും നരച്ചില്ല. അതൊരു ആശ്വാസം. ചെറുപ്പത്തിൽ അതെ 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 അതെ. ചെറുപ്പമുണ്ടല്ലോ. നീ കെട്ടും കിടക്കൊക്കെ ആയിട്ട്. ഞാൻ വണ്ടിയിൽ പോവാന്ന്. ആണോ? വണ്ടി ലോഡായോ? ലോഡായി. എവിടാ? പെരുമ്പാവൂര്. സൂര്യ പറഞ്ഞേ, സൂര്യ ഓഫീസിലിരിക്കുമ്പോൾ രാജേഷ് ഓഫീസിൽ ഇരിക്കത്തില്ലെന്നാ പറഞ്ഞേ. എന്താ കാര്യമൊന്നും അല്ലേ? ബഹുമാനം കൊണ്ടാന്നാ പറഞ്ഞേ. ഞാൻ പിന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്ക് എൻ്റെ ആവശ്യത്തിന് ഞാൻ പോകണ്ടേ, അല്ല സൂര്യ പോയാൽ നടക്കുമോ? എല്ലാവർക്കും സാധനം അപ്പം ഞങ്ങളെ പോയിട്ട് നമ്മുടെ ഉണ്ണിബ്രോയെ വിളിച്ചായിരുന്നു. ഉണ്ണിബ്രോ എന്നാടാ പറഞ്ഞേ? ഉണ്ണിബ്രോയ്ക്ക് തലവേദനയാ, ക്ഷീണമാ, ചുമയാ. ആണോ? ഞാൻ അവിടെ നിന്നോളാം. എവിടെ? ഉണ്ണിച്ചേട്ടന്റെ വീട്ടില്. ഉണ്ണിച്ചാന്റെ വീട് കഴിഞ്ഞു പോയി. ഉണ്ണിച്ചാന്റെ വീട് കഴിഞ്ഞു പോയി. ചായ, നിന്നെ ഒരുപാട് പ്രേക്ഷകർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിന്നെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. ചായ, ഈ ട്രിപ്പ് വണ്ടിയെ പോവാണോ നീ? ഞാൻ വണ്ടിയിൽ പോവാ. ഈ വണ്ടിയെ പോവാ അല്ലേ? ഇല്ലെങ്കിൽ ഞങ്ങളൊരു ചെറിയ പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ചെറിയൊരു ട്രിപ്പ് വരുന്നുണ്ടോ? ട്രിപ്പ് എല്ലാം തീർന്നു. ഇനിയിപ്പോ സീസ് തീർന്നായിരിക്കും. അല്ല, സീസ് തീരുമ്പോ എന്നാ പ്രശ്നം എന്നറിയോ? വീണ്ടും എന്നാലും ആവശ്യം വരും. അത് റീഫിനാൻസ് ചെയ്യും. പിന്നെ അത് തീരണം. അങ്ങനെ അങ്ങ് പോകും. മനസ്സിലായി. കഴിഞ്ഞ ദിവസം ഒരു വണ്ടിക്കാരൻ പറഞ്ഞേ, CC തീർന്നു കഴിഞ്ഞാൽ ഉടനെ അന്നേരം റീ ഇട്ടോണം, എന്നാലേ നമുക്ക് പണിയെടുക്കാനും വീണ്ടും ഇത് ഓടണമെന്നൊരു ഇതുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മള് 3 ട്രിപ്പ് ഓടുന്ന മാസത്തിൽ 1 ട്രിപ്പായിട്ട് ചുരുങ്ങും. അങ്ങനെ ആയി പോകും. അപ്പം ജോലി എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ബാധ്യത വേണം എന്ന് പറഞ്ഞാലേ. അപ്പം മനുഷ്യന്റെ ജീവിതം അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. ലോൺ ഇല്ലെങ്കിൽ ഒരു സുഖമില്ല. ലോണില്ല, സുഖമില്ല. ലോൺ നമ്മൾ എടുക്കണ്ടെന്ന് വെച്ചാൽ അന്നേരം ബാങ്കുകാർ വിളിക്കുമല്ലോ, നിനക്ക് പേഴ്സണൽ ലോൺ കിട്ടും, അല്ല ഭയങ്കര ഈസിയാണ്, മാത്രം മതി എന്നൊക്കെ പറയുമ്പോഴേ. അതൊക്കെ ശരിയാ. പിന്നെ എല്ലാരും ഓർക്കുന്ന ഇങ്ങനെ പോകുമ്പോ ഇതെല്ലാം ഇപ്പം വണ്ടി എടുക്കാൻ ഒരുപാടുമില്ല. ലോൺ എടുത്ത് വണ്ടി എടുക്കാൻ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ടല്ലോ. ഈ വണ്ടിയുടെ എണ്ണവും കൂടുതലൊക്കെ കാണുമ്പോ എല്ലാരും ഓർക്കുന്നേ ഇതെല്ലാം ഭയങ്കര സെറ്റപ്പാ എന്നാ. പക്ഷെ അങ്ങനല്ല, എല്ലാം ലോണിൽ തന്നെ എല്ലാരും പോന്നെ. എല്ലാം ലോണൊക്കെ ഭയങ്കര ശോഭമാണ് ഇപ്പൊ. തന്നെ ഓടിട്ട് പോലും വലിയ പാടാ അല്ലേ? ഡീസലിനൊക്കെ ചുമ്മാ അതിനനുസരിച്ച് വാടക കൂടുന്നില്ല. വാടകയ്ക്കൊന്നും ഒരു വ്യത്യാസമില്ല. അന്നും ഇന്നും എല്ലാം ഒരേ വാടക. ചെലവ് മാത്രം കൂടുന്നുണ്ട്, ശമ്പളമില്ല. നിനക്ക് വണ്ടി എടുത്തെന്ന് പറഞ്ഞ് നമ്മുടെ പ്രേക്ഷകർ പറയുന്നുണ്ട് ആകാശിനോട് ഒരു വണ്ടി എടുത്ത് കൊടുക്കണമെന്ന്. ആകാശിനോട് ഞാൻ അന്ന് തൊട്ട് പറഞ്ഞു, എടാ നിനക്ക് വണ്ടി വേണേ എടുക്കാം.
കാണുമ്പോൾ നല്ല രസമുണ്ട്. നീ വെള്ളം കുടിക്കല്ലേ? വെള്ളം എല്ലാരും കുടിക്കുന്നല്ലേ? അങ്ങനല്ല പിന്നെ ഇപ്പോഴത്തെ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ വെള്ളം കുടിക്കുമല്ലോ, ഇതിപ്പം തൊണ്ടൻ ഇറങ്ങാതിരിക്കുക. എന്ത് ചെയ്യും? അതല്ല ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ചേ ഞാൻ എന്നാലും ചാടിയല്ലേ? ഞാൻ എന്നാ കാണുന്നു പറഞ്ഞാലും ഞാൻ ലോറി എടുക്കുന്നു. ഞാനെന്ന് അവനോട് ഞാൻ പറഞ്ഞു ഒരെണ്ണം എടുത്ത് നീ സ്വന്തമായിട്ട് കൊണ്ടുനടക്ക്. ഇവനെ പിന്നെ ഒറ്റയ്ക്കാണല്ലോ കൊണ്ടുനടന്നോളും. ഇപ്പൊ അതേ മഴയും തുടങ്ങി. അപ്പൊ എങ്ങനെ അങ്ങോട്ട് വരുന്നുണ്ടോ വണ്ടി കിടക്കുന്നു? ഞാൻ ഇവിടുന്ന് പൊക്കോളാം. എന്നാന്നറിയോ, വണ്ടി ലോഡ് കയറ്റാനായിട്ട് പോണം. ആണോ? അപ്പം മറ്റവരെ കൊണ്ട് കയറ്റിക്കാൻ മേലായിരുന്നോ? മഴയൊക്കെ അല്ലേ, ഇച്ചിരി നേരത്തെ പോകട്ടെ. ആണോ? 5-6 ദിവസത്തെ ഉറക്കളൊക്കെ കഴിഞ്ഞ് വരുന്നത്. എന്നാ അപ്പൊ അവരെ വീട്ടിൽ പറഞ്ഞു വിടുക. വീട്ടിൽ പറഞ്ഞു വിടാം. താമര ജംഗമ വസ്തുക്കളൊക്കെ പറക്കി എടുത്തേക്കാം. എടുത്തോ. അപ്പം എന്നാ പിന്നെ ഇനി പോയിട്ട് വരുമ്പോ കാണാം. ഇനി 10 ദിവസം കഴിഞ്ഞ് കാണാം. അപ്പോൾ അതെ നമ്മൾ വർക്ക്ഷോപ്പിലെത്തി. അപ്പോൾ അവിടെ നമ്മുടെ ടോയ്ലറ്റിൻ്റെ കംപ്ലൈൻറ്റുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു, അതിൽ ക്ലാവ് പിടിച്ചായിരുന്നു ഈ സ്വിച്ചിൽ. അപ്പോൾ നമ്മുടെ മേഘാലയ ട്രിപ്പ് കഴിഞ്ഞായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ സ്റ്റിക്കറൊക്കെ പൊളിച്ച് കളയുക നമ്മുടെ ചാത്തുണ്ണി. അല്ലെ ആൾക്കാർ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് നിർത്തുമ്പോൾ നമ്മൾ ഈ ട്രിപ്പ് തീർന്നില്ലെന്ന് വിചാരിക്കും. അത് ശരിയാ, സിക്കിം മേഘാലയൊക്കെ ആണെന്ന് ആ ട്രിപ്പ് പോകുന്നതാണെന്ന് ഓർക്കും. ട്രിപ്പും കഴിഞ്ഞ് പിള്ളേർ സ്കൂളിലും പോകാൻ തുടങ്ങി. ഇത് എവിടുത്തെ വയറ് വിട്ടു പോയത്? ഇത് ഈ കണക്ഷൻ ഇതിൻ്റെ അകത്ത് ഒരു സോക്കറ്റ് ഉണ്ട്, ഇങ്ങനെ പിടിപ്പിക്കുന്ന ഒരു സോക്കറ്റ് ഉണ്ട്. ഇത് അതിൻ്റെ പോർഷനാണ്. അതിൻ്റെ ഒരു ഭാഗം കൂടി ഉണ്ട്. ഈ ഭാഗത്തിനെ കയറ്റിയിട്ടുണ്ട്. ഞാനതൊന്ന് അഴിക്കാൻ നോക്കിയതായിരുന്നു, അഴിയുന്നില്ലായിരുന്നു. ഇത് ഇതാണ് ഇതിന്റെ കണക്ഷൻ. ക്ലാവായിരുന്നോ? ആ ക്ലാവ് അതെ. ഇത് കണ്ടോ, ഇത് വലിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഇതിന്റെ സോക്കറ്റുകൾ ഈ പറഞ്ഞു പോകുന്നതായി കാണുന്നത്. അത്രയ്ക്ക് നൈസ് സോക്കറ്റാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പൊ അതിന്റെ കണക്ടറാണ് ഇത് ഈ കാണുന്നത്. ഇതിന്റെ അകത്ത് വിട്ടു പോകുന്നതാണ് ഈ കാണുന്നത്. ഇതിന്റെ ഉള്ളിലാണ് ഈ സാധനം ഇരിക്കുന്നത്. ഇത് ഒരു എടുക്കാതെ എടുത്ത് ഇത് വിട്ടുപോയതാ. ക്ലാവ് പിടിച്ചാലുണ്ടോ ഇതിന്റെ ന്യൂസ് കണക്ഷനാണ് തന്നെ. ഇനി നമുക്കത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ അകത്ത് ബാക്ക് ത്രൂ കൊടുക്കുകയാണ്. ഇനി ആ പ്രശ്നം വഴിയിൽ ഉണ്ടാവരുത്. അതിന് അവിടെ ഒരു സ്വിച്ച്, അഡീഷണൽ സ്വിച്ച് ഓവർ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കും. അഡീഷണൽ സ്വിച്ച് ഉള്ളതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുണ്ടാകില്ല. ഡയറക്റ്റ് കാര്യങ്ങൾ നടക്കും. പെട്ടെന്നാട്ടെ എന്റെ തല പൊട്ടിച്ച് വെക്കരുത്. അവിടുന്ന് പൊളിച്ച് തലയിലോട്ട് ഇടിക്കാണോ? ബാക്കി ഞാനേ ഓർത്തത്. അത് മൊത്തം ദാമക്കുട്ടിയാ പൊളിച്ചേ അല്ലേ? പണി കഴിഞ്ഞപ്പോ വെള്ളിമുങ്ങയെ പോലെ പറയുക, ഇതെല്ലാം ഞാനാ തീർത്തേന്ന്. തോക്കുമാരനെ വണ്ടി ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ലായിരുന്നോ? അവിടെ ബെഡ്റൂമ്, അവിടെ അത് പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ദാമയ്ക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി കിച്ചണും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അതൊക്കെ നമുക്ക് വിട്ടേക്കാം. എടാ നിന്റെ കൈക്ക് തന്നെ പറ്റിയടാ, ഞാൻ ഇപ്പോഴാണല്ലോ കാണുന്നത്. കൈ ഒന്ന് ഇടറിയതാണേ. ആണോ? ഇടറിയിട്ട് ഞരമ്പ് കൈ ഒടിഞ്ഞ കയ്യാ. ഞരമ്പ് അതിൻ്റെ ഇടയ്ക്കോട്ട് കുടുങ്ങിപ്പോയി. അത് ശരി. ചാത്തണ്ണി ഇതും കൊണ്ട് പോരെ. അപ്പം ഞാൻ അതിലോട്ട് കയറിക്കോളാം. കാരവണ്ടിയെ കയറാം. ആകാശത്ത് ഉണ്ണാവെ കൊണ്ട് പോയി, നമ്മൾ കാണുന്നില്ല. അതെ ചായ തിരിച്ചു വരുന്നുണ്ടോ കേട്ടോ? തിരിച്ചു വരുന്നുണ്ടോ? ഉണ്ടോ, ചായക്ക് ലോഡായില്ല. ആയില്ലല്ലേ? ആകാശ് കൂട്ടാൻ പോയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അവിടെ എവിടെ നിർത്താം. വീതികളെടുത്ത് എവിടെയെങ്കിലും ഒതുക്കുന്ന. എന്നിട്ട് അമ്പലത്തിൽ പോവാ. അതെ പോലെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ശരി, അതിനുള്ള ലോഡായില്ലേ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണ്ടേ, ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് അവിടെ കൊണ്ടിരുത്തിച്ച് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ 6 മണി വരെ സമയമുണ്ട്, അന്നേരം ആവും. എനിക്ക് 5:30 കഴിഞ്ഞപ്പോഴേ മനസ്സിലായി ഇനി നടക്കുകയാണ്. പിന്നെ ആ പുള്ളിയോട് ഞാൻ പറഞ്ഞു ഞാൻ പോവാന്നാ, പിന്നെ നാളെ കാണാന്ന്. എവിടുന്നൊക്കെ തെറി കേൾക്കുന്നതെന്ന് അറിയോ? അങ്ങനത്തെ കിടക്കുന്ന ഡ്രൈവറോട് വരാൻ പറഞ്ഞ് അവനും പൊളിച്ചൊരുങ്ങി ബാഗ് കൊടുത്ത് ബസ്സേ കയറി പകുതി വഴി വരാൻ. അതൊക്കെ എങ്ങനെ ലോറിയുടെ പരിപാടി ഇങ്ങനെയാണ്. ലോറി പണിയൊക്കെ ഇങ്ങനെ ഒരു നേരും നിറയില്ലാത്ത പരിപാടിയാണ്. അതാ നമുക്ക് പറ്റുന്നില്ല. അതെ വണ്ടി എവിടെ? പാർക്കിങ്ങിലിട്ടോ? വണ്ടി പാർക്കിങ്ങിലിട്ട് അത് ഫുള്ള് ചെളിയാ പാർക്കിങ്ങിൽ, ഇറങ്ങി നടക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനീ പോകുന്നത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് പിന്നെ ഇത് കഴുകിയിട്ടേക്കുമല്ലേ, മൊത്തം അതെല്ലാം ചെളിയാവും. അതിനാ ഗ്ലാസ്സിൽ അവിടെ താഴെ ഒട്ടിച്ചു വെച്ചാൽ എഴുതി. അത് ഞങ്ങൾ നേപ്പാൾ പോയപ്പം അവിടെ ടാക്സ് അടച്ചെന്റെ സ്റ്റിക്കർ അവിടെ ഒട്ടിക്കണം. അപ്പൊ പോലീസുകാർ വന്ന് അവിടെ നോക്കിയാൽ മതിയല്ലോ. ആണോ? ഒട്ടിക്കണമെന്നുണ്ടോ? അതെ. അവിടെ ചോദിച്ചാൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവിടെ വന്ന് നോക്കിയാൽ അതേ ഡേറ്റും എല്ലാം വേറെ ഒന്നുമില്ല. അവര് നോക്കും, റെഡി ആണോ നോക്കിയിട്ട് അവർ പോകും. അത് ഡേറ്റും എല്ലാം എന്ന് വരെ ഉണ്ടെന്നുള്ള എല്ലാം ഉണ്ട്. അല്ല നമ്പർ അടിച്ചാലൊന്നും കിട്ടത്തില്ല അവർക്ക്, അങ്ങനെ ഇല്ലായിരിക്കും അല്ലേ? അതൊന്നും ഇല്ല, ഇതിൽ നോക്കുക, അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഇപ്പം? കുഴപ്പമില്ല, ക്ലച്ചൊക്കെ മാറിയപ്പോ നല്ല മൂവിങ് ആയി. ക്ലച്ച് ഫുള്ള് പണിതും. ഇന്നലെ അപ്പം വണ്ടി എടുത്തോണ്ട് വന്നതാണ്. ഇന്നലെ വണ്ടി എടുത്ത് റേച്ചാറിന്റെ എടുത്തോണ്ട് ഇട്ടു. രാത്രിയായിപ്പോയി ഇന്നലെ വന്നപ്പോ അല്ലേ? അല്ല ഇന്നലെ തന്നെ ഇത് തീർത്തോണ്ട് പോരാനുള്ള കേസേ ഉള്ളായിരുന്നു. ചെറിയ കേസേ ഉള്ളായിരുന്നു. ശരിക്കും പറഞ്ഞാലേ ക്ലച്ചിന് കട്ടയൊക്കെ കുറഞ്ഞു, നല്ല സുഖമായി. അല്ലേ? KSRTC കേടായെന്ന് തോന്നുന്നല്ലോ. ടയർ പഞ്ചറായതാ. ടയർ പഞ്ചറായതല്ലേ?
ടയർ ഉണ്ടോ ഇപ്പൊ? ഇല്ല, ടയറും കൊണ്ട് വേറെ വണ്ടി വന്നു അല്ലേ? ആ അതാ, ഇപ്പൊ ഡ്യൂട്ടി ചേഞ്ച് ആയി. ഇപ്പൊ ക്ലച്ചൊക്കെ നല്ല ഫ്രീ ആയല്ലോ. അതെ, നല്ല മൂവിങ് അല്ലേ? ക്ലച്ച് പണിതു, പിന്നെ 2 വീൽ അയച്ചു നോക്കി, വീൽ വെയറിങ് മാറി. അതെ. നല്ല എത്ര രൂപ ബില്ലായി? 58 രൂപ. 58 രൂപയല്ലേ? ക്ലച്ചിന് ശരിക്കും നമ്മള് ലോറിക്കൊക്കെ പണിയുന്ന അതേ പൈസ തന്നെ ഇതിനും. അത്ര തന്നെ ആവും. അതെ, 30 രൂപ അടുത്തായി ക്ലച്ച് പണിതേന്. മൊത്തം 58 രൂപ. ലോറിക്ക് 30 രൂപയൊക്കെ ഉള്ളു. ഇപ്പൊ ഇച്ചിരി വില കൂടിക്കൊണ്ടിരിക്കില്ല ഡെയിലി. അതുകൊണ്ട് ഇച്ചിരി കൂടുമായിരിക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മളിപ്പോ 52,000 കിലോമീറ്ററേ ആയുള്ളൂ. പക്ഷേ ലോറിക്ക് ക്ലച്ച് പണിതാ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നവരാണ് ഒരു 2 ലക്ഷം 3 ലക്ഷം കിലോമീറ്റർ ഉള്ളൂ. പിന്നെ എന്നാണല്ലോ ഒരു 1.5 ലക്ഷം കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയാൽ മതി അടുത്ത ക്ലച്ച് പണി. പിന്നെ ക്ലച്ച് പണിയുമ്പോൾ ക്ലച്ച് ഡിസ്ക് മാത്രമല്ല, പ്രഷർ പ്ലേറ്റും റിലീസ് വയറിങ്ങും ക്ലച്ച് ഡിസ്കും എല്ലാ സാധനവും കൂടെ മാറണം. അങ്ങനെ മാറി അവർ ചെയ്യുന്നത്. 3 ലക്ഷമൊക്കെ ഓടിയിട്ടുണ്ട്. ഓടിയിട്ടുണ്ട്. അതാ ഞാൻ പറയാം, അത് ഉപയോഗിക്കുന്ന അനുസരിച്ചാണ്. ഡ്രൈവറുടെ കഴിവ് പോലിരിക്കും. അതാണ് ഉപയോഗിക്കാൻ. എനിക്ക് ഈ ക്ലച്ച് കണ്ടമാനം ആവശ്യമില്ലാതെ താങ്ങുകയൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലും പ്രശ്നം. കാല് വെച്ചല്ലല്ലോ ഇതൊന്നും ഓടിക്കാൻ പറ്റിയല്ല. പണ്ടത്തെ ഈ മറ്റേ ലൈലൻഡിന്റെ മറ്റേ ക്ലച്ചായിരുന്നപ്പോ ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ ക്ലച്ചായിരിക്കും കാല്. അതും പ്രശ്നം തന്നെയാണ്. അങ്ങനെ വെച്ച് ഓടിക്കാൻ പാടില്ല. വേറെ എന്നാ അവിടെ ചെയ്തേ? ഇതല്ലേ കമ്പനി ചെയ്തേ? അതല്ലേ ഉള്ളൂ. ബെൽറ്റുകൾ മാറി. ഫാൻ ബെൽറ്റ്, AC-യുടെ ബെൽറ്റ് എല്ലാം ചേഞ്ച് ചെയ്തു. അതായിരിക്കും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. അത് ഈ ബെൽറ്റിന് തേയ്മാനം വരുമ്പോൾ അങ്ങനെ വരും. അതെല്ലാം മാറി. അല്ലെങ്കിലും അതൊക്കെ മാറിക്കളയുന്നതല്ല. എവിടെയെങ്കിലും നമ്മളിങ്ങനെ ലോങ് പോകുന്ന ആയതുകൊണ്ട് എവിടെയെങ്കിലും ചെന്നിട്ട് പെട്ടു പോകണ്ട. അതെ, അത് നേരത്തെ മാറിക്കളയുന്നതല്ലേ. പിന്നെ ബെൽറ്റൊക്കെ പോയാലേ ഒരു കിറ്റ് നമ്മുടെ കയ്യിലുണ്ട്. സ്പെയർ അന്ന് ലഡാക്കിന് പോയപ്പം എടുത്തു വെച്ച. അതല്ല, ലോറിയുടെ കുഴപ്പമില്ല, ക്യാബിൻ പൊക്കിയിട്ട് മാറാം. ഇതിനകത്ത് സ്ഥലമുണ്ടോ? അതാ ഒരു വിഷയം. ഒന്നിനും പറ്റിയല്ല. അവിടെ വർക്ക്ഷോപ്പിൽ എന്നാന്ന് വെച്ചാലേ ഇതിന്റെ അതായിരുന്നു പണി. നമ്മളെ മെയിൻ ഇതിന്റെ ആ ക്ലോസറ്റിന്റെ ഫ്ലഷ് വർക്ക് ആവുന്നില്ലായിരുന്നു. ഇലക്ട്രിക് അല്ലേ? അപ്പൊ അതെന്തോ പറ്റിയിട്ട് വർക്ക് ആവുന്നില്ല. അല്ലല്ല, വെള്ളം വരാതെ അതിനകത്ത് കരട് കയറിയിട്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്തു, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇട്ടായിരുന്നു. അപ്പം അവിടെ വെച്ച് എവിടെ വെച്ചായിരുന്നടാ? കലിമ്പോങ്ങിൽ വെച്ച് ഫ്ലഷ് ചെയ്തപ്പം ആദ്യം മുത്ത് കയറിയിട്ട് ഫ്ലഷ് ചെയ്തിട്ട് ഇത് ആകുന്നില്ലെന്ന് ഒന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് അത് ഫ്ലഷായി, കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾ ഓർത്ത് മുത്തിന് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു. അതെ, അത് കഴിഞ്ഞ് നമ്മളെ മെയിൻ ഡ്രൈവർ ഇവൻ ടോയ്ലറ്റ് യൂസ് ചെയ്ത് വെച്ച് ഫ്ലഷ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു രക്ഷയില്ല. പഠിച്ച പണി 18 നോക്കിയിട്ട് നടന്നില്ല. പിന്നെ ഞങ്ങൾ അതിന് കറണ്ട് പ്രശ്നമായിരുന്നു. അടിയിൽ നിന്ന് ആ ലൈനിൽ നിന്ന് ഒരു ലൈൻ ഡയറക്റ്റ് എടുത്ത് ക്ലോസറ്റിന്റെ മോട്ടറിൽ കൊടുത്താണ് ഫ്ലഷ് ചെയ്ത് വിട്ടെ. എന്നുവെച്ചാൽ ഇതിനകത്ത് കിടക്കല്ലേ ഈ വേസ്റ്റെല്ലാം. അത് പിന്നെ ഭയങ്കര പ്രശ്നമായിരുന്നു. അത് റെഡിയാക്കി വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഉപയോഗിച്ചില്ല. അപ്പം അത് ശരിക്കും ഇവിടെ വന്ന് നോക്കിയപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു വയർ വിട്ടും കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു ക്ലാവ് പിടിച്ചേക്കായിരുന്നു അതിൻ്റെ ഒരു കണക്ടർ. ചെറിയ ഒരു വയർ വിട്ടു പോയതായിരുന്നു. എന്ത് പാടുപെട്ടു. അല്ല അതിനന്നേരം വേറൊരു കാര്യം കൂടെ ചെയ്തു. ഇനിയിപ്പം മറ്റേ ഇതുപോലെ സ്വിച്ചോ എന്തെങ്കിലും കംപ്ലൈന്റ് വന്ന് ഫ്ലഷ് ചെയ്യാൻ പറ്റാതെ വന്നാലും ഡയറക്റ്റ് മോട്ടറിലേക്ക് ഒരു സ്വിച്ച് കൂടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫ്ലഷ് ചെയ്ത് കളയാം. ആ സ്വിച്ച് ഓൺ ആക്കിയാൽ മതി, ഫ്ലഷ് ആയി പോക്കോളും. അങ്ങനെ സെറ്റ് ചെയ്തു. അതുകൊണ്ട് ആ കാര്യം റെഡിയായി. ചെറിയ വയറായിരുന്നു. അതാണ് അല്ലെ, ചെറിയ ഒരു താണേലുവേ ചില സമയങ്ങളിലേ. അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് ഞങ്ങൾ അവിടുന്ന് പിന്നെ വന്നിടത്തൊക്കെ ടോയ്ലറ്റ് ഇച്ചിരി പാടായി പോയി. വെളിയിൽ യൂസ് ചെയ്യേണ്ടി വന്നു, പമ്പുകളെ ആശ്രയിക്കേണ്ടി വന്നു. ഇപ്പോഴേ വണ്ടി ഓടി നല്ല ഫ്രീ ആയി. ഇനിയുള്ള
ഇനിയും വണ്ടി ഓടുമ്പോഴാണ് കൂടുതൽ ഡീസൽ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. വണ്ടി നല്ല സ്മൂത്തായി വലിയ ഇച്ചിരൂടെ ആവും, നല്ലൊരു ഇതായി. ഒരു 50,000 1 ലക്ഷം കിലോമീറ്ററൊക്കെ കഴിയുമ്പോഴാണ് വണ്ടിയുടെ ശരിക്കുമുള്ള പെർഫോമൻസ് വരുന്നത്. രാമി, കടയെല്ലാം അടച്ചല്ലോ അമ്പലത്തിൽ. ഉണ്ടോ? അപ്പുറത്തുണ്ട് കേട്ടോ. കളിപ്പാട്ടം ഉണ്ടല്ലേ? ആരാ മോളെ? ഉണ്ടെന്ന് പറഞ്ഞില്ല, ഇതാണ്. ഇതുണ്ടോ ഇവിടെ കളിപ്പാട്ടം ഇല്ല, ഞാൻ പറഞ്ഞില്ല. അല്ല, അവിടെ ഉണ്ട്. അവിടെ ഉണ്ടോ? അതെന്ത് മേടിച്ചതാ? ഇത് മതിയെന്ന്. ഉള്ള പ്ലാസ്റ്റിക് എല്ലാം മേടിച്ച് അത് മതി. പോയേക്കാന്നാ. ഇത് തിരിച്ച് ഇത് അതിന്റെ കൂടെ ഉള്ളതല്ല, അത് തിരിച്ചു കൊടു. അതെ, അത് നമ്മൾ അതിലും ഏറെ ഇത് വേറെ, അത് തിരിച്ചു കൊടുക്കണം. അവിടുന്ന് മേടിച്ചതാണ്. അല്ല അത്. അപ്പോൾ അതെ, നമ്മൾ വീട്ടിലെത്തി. ഡാമി എന്തൊക്കെയോ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. എന്നാ മേടിച്ചേ? സവാള ഇതും. ഓ, സവോളയും മുളകും ക്യാരറ്റുമോ? അപ്പോൾ ഇന്നലെ അത്യാവശ്യം പണികളെല്ലാം കഴിഞ്ഞ് വണ്ടി കൊണ്ടിട്ടായിരുന്നു. ഇപ്പം രാവിലെ ഫ്രണ്ടിലെ 2 ടയറും കൂടെ പുതിയ ടയർ ഇടാമെന്ന് വെച്ചു. ഇച്ചിരി വീതിയുള്ള ടയർ. അപ്പോൾ രാവിലെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. എല്ലാം എടുത്തുകൊണ്ട് വർക്ക്ഷോപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേ ടയർ മാറാൻ വേണ്ടി ഇതേ കൊണ്ടിട്ട്. അപ്പം നമ്മുടെ പ്രകാശിനെ അപ്പം നടക്കുകയാണെന്ന് പറഞ്ഞത് സാവുചാരനെ വിളിച്ചു, അതിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ വിളിച്ചു. ആശാൻ വന്നാലേ ഇത് ശരിയാവുള്ളൂ എന്നാണ് പറഞ്ഞത്. ചായേ ആശാൻ ഇപ്പം വേണ്ട ലിവറൊക്കെ വേറെ എടുത്തോണ്ട് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് സാവുചേട്ടാ? സാവുചേട്ടൻ ഇടയ്ക്കൊന്ന് പറഞ്ഞായിരുന്നു ആശാൻ വന്നിട്ട് നടക്കുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞു. അത് നമുക്ക് കിട്ടിയില്ല. ഇതിപ്പോൾ കമ്പനി പോകേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഭയങ്കര കട്ടിയായി പോയെന്ന് തോന്നുന്നു അല്ലേ? എഡ്ജിന് കട്ടി കാണുന്നോ? ആ കണ്ടോ, ഇത്രേ ഉള്ളൂ. ആ മനസ്സിനെ മെനക്കെടുത്താനായിട്ടല്ലേ. അപ്പോൾ നമ്മുടെ പഴയ 2 ടയർ മാറുക. കാര്യം കട്ട ഉണ്ടായിരുന്നു, പക്ഷേ ആ ടയർ എയറായിപ്പോയി. ത്രെഡ് പറയണ പകുതി പോലും ആയിട്ടില്ല. സാവുചേട്ടാ എന്നാണ്ട് വിശേഷമൊക്കെ? എന്നായിരിക്കുന്നു, ഇങ്ങനെ പോകുന്നു. ആണോ? മഴയൊക്കെ ഉണ്ടോ? മഴ മാത്രമേ ഉള്ളൂ. നല്ല മഴ. നല്ല മഴ, നല്ല കാലമുണ്ട. സാവുചേട്ടാ അത് വേറൊരാളൂടെ വന്നിട്ടുണ്ട്. സഹായത്തിന് വല്ലതും വേണേ ഇതാണ്ട് ആൾ നിൽപ്പുണ്ട് കേട്ടോ. സാവുചേട്ടാ സഹായത്തിന് ഒരാളൂടെ വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി, എല്ലാം ചെയ്തോളാന്നാ പറഞ്ഞത്. ആ അല്ല ചേട്ടാ, കടച്ചിലല്ല കൈപ്പണിയാന്നല്ലേ? മെഷീനുണ്ട് എളുപ്പം. എല്ലാം കൈ കൊണ്ടുള്ള പരിപാടിയേ ഉള്ളൂ. അല്ല മെഷീനുണ്ട് എളുപ്പം ഉണ്ടായിരുന്നു. അല്ല സാവുചേട്ടാ, പ്രകാശന് ആശാനെ വിളിച്ചതാ. ഇപ്പൊ ആശാൻ ഇപ്പൊ പ്രകാശനായി ക്ലാസ് കൊടുത്തോണ്ടിരിക്കുക. ഇപ്പൊ അതായത് സുഖു ഇങ്ങനെ അങ്ങ് പിടിക്കണം അല്ലേ? ആ വെറ്റയടക്കം മേടിച്ചിട്ട് പറഞ്ഞോ ദക്ഷിണ വയ്ക്കാൻ. അനിയാനിൽ പണി പഠിക്കാൻ വന്നാ. പണി പഠിക്കാൻ വന്നതാണ്. സാഹചര്യം ഡയറയുടെ നിർത്തുവോ? ശിഷ്യത്വം പിടിക്കുവോ? കഞ്ഞി പിടിച്ച് പോകണ്ടേ? കഴിഞ്ഞ പരിപാടി കഴിഞ്ഞോ? പ്രയാസമാണോ നിറച്ചേ? അല്ല, പ്രകാശ് പണി പഠിക്കാൻ വേണ്ടി വന്നാ. അതിനാ ചെറുവണ്ടിയുടെ പണി പഠിച്ചു. ആര്? അല്ല, ഈ വലിയ ലിവർ പറ്റിയാലൊന്നും പറഞ്ഞിരുന്ന സാമാനോ? പ്രകാശം കേക്കണ്ട. പ്രകാശൻ എന്നാ ഇത് അയച്ച് പരിചയമില്ല, സാവുചേട്ടനെ വിളിക്കാന്ന് പറഞ്ഞു. സാവുചേട്ടൻ വന്നു കഴിഞ്ഞപ്പോ പിന്നെ പ്രകാശൻ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. പ്രകാശനാ ബാക്കി പണി ചെയ്ത്. അപ്പൊ അതുകൊണ്ട് പിന്നെ പഠിച്ചാല് പൈസ വല്ലോണ്ട് മേടിച്ചിട്ട് പഠിച്ചതിന്റെ അല്ലേ പൈസ മേടിച്ചിട്ട് വിടാം. വലിയ വണ്ടിയുടെ പണി വന്നാലും നമുക്ക് ചെയ്യാമല്ലോ. നാണക്കേടായല്ലോ. എന്നാ പറഞ്ഞിട്ട് പൈസ പ്രായമൊക്കെ ആയില്ലേ? മറവിയല്ലേ? അപ്പം 2 ടയർ മാറിയിട്ടുണ്ട്. എന്നാ പൈസ തന്നിട്ട് പോകും. പൈസ തരാം. ചെക്ക് മതിയോ അതോ പൈസ തന്നെ വേണോ? എന്നാണേലും കുഴപ്പമില്ല. ചെക്ക് ഞങ്ങളെ സ്വീകരിക്കില്ല. എന്നാണ്ട് പിന്നെ വിശേഷമൊക്കെ? എന്നായിരിക്കുന്നു? ആ അപ്പം ചെറുക്കൻ്റെ കല്യാണം സെപ്റ്റംബർ 13-ാം തീയതി. ഞാൻ ഇപ്പൊ നേരത്തെ ഇവിടെ വന്നുകൊണ്ട് കല്യാണം വിളിക്കണം. കല്യാണം വിളിച്ചല്ല, സെപ്റ്റംബർ 13. ഇനിയിപ്പം ജനറേറ്റർ സർവീസ് ചെയ്യണം. എന്നാണ് എനിക്ക് പോരുന്നില്ലല്ലോ, ആരോഗ്യമില്ലല്ലോ. ഈ 4 ഇതാണോ കഴിക്കുന്നത്? അതഴിക്കണം. ഇത് കഴിക്കാം ആദ്യം.
അതെ വേണം സാവിച്ചേട്ടൻ അയച്ചു തരും കേട്ടോ. അത് 4 ഒഴിക്കുക. ഞാൻ പറഞ്ഞുതരാം. ജനറേറ്റർ അയച്ചുകൊണ്ട് പോയാൽ അവിടെ കൊണ്ട് വണ്ടി ഇടാൻ സൗകര്യമില്ല. അപ്പോൾ ജനറേറ്റർ അതായത് 4 വോൾട്ട് വെച്ചാൽ പോരെ, അയച്ചാൽ കൊണ്ടുപോയില്ലാണെങ്കിൽ. അതെ, എളുപ്പമുണ്ട്. അതെ, ഓയിലൊക്കെ മാറി കൊണ്ടുവരാം. ഇവിടെ നമ്മളെ കാരവണ്ടിക്ക് പുതിയ 2 ടയറൊക്കെ ഇട്ടു. അപ്പോൾ അത് ഇറക്കിയിട്ടു, അടുത്ത വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് റോഡിൽ ഇറക്കിയിട്ടു. അപ്പോൾ ഞാൻ ഇപ്പോൾ അത് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയേക്കാം. അപ്പോൾ അത് ഗ്രീസൊക്കെ അടിച്ചുകൊണ്ടിരിക്കുക അടുത്ത വണ്ടിക്ക്. നമ്മുടെ 66-ൻ്റെയും ഒരു സൈഡിലൂടെ ഗ്രീസ് ചെയ്യാണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാൽ 66-ൻ്റെ പണിയും തീർന്നു. ഒരാൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. പരീക്ഷയൊക്കെ കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷയൊക്കെ? പരീക്ഷ ഒന്നും കുഴപ്പമില്ലായിരുന്നു. ചോദ്യമൊക്കെ എളുപ്പമായിരുന്നു അല്ലേ? ചോദ്യമൊക്കെ എളുപ്പമായിരുന്നു. ഉത്തരം ബുദ്ധിമുട്ടായിരുന്നു? ഉത്തരം കുഴപ്പമൊന്നുമില്ലായിരുന്നു, എളുപ്പമായിരുന്നു. ആണോ? അപ്പോൾ പോയേക്കാം വീട്ടിൽ പോകാം. അപ്പോൾ ജനറേറ്റർ പിടിപ്പിച്ചില്ല, ജനറേറ്റർ സർവീസിന് അയച്ചുകൊണ്ട് പോയേക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ജനറേറ്ററൊക്കെ സർവീസ് ചെയ്തുകൊണ്ട് വന്നു. നമ്മുടെ ചാത്തുണ്ണി മേശ്ശേരി ഇപ്പോൾ അതോടെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 വോൾട്ട് കൂട്ടി അടിച്ചിരിക്കുന്നു. 100 വോൾട്ടോ? ആ, വോൾട്ടോ. അപ്പം ജനറേറ്ററൊക്കെ സർവീസ് ചെയ്ത് കൊണ്ടുവന്ന് പിടിപ്പിച്ചു. ഇനിയും പിന്നെ വണ്ടി കൊണ്ടാക്കിയാലും പോകാൻ നന്നായി. അവിടെ വണ്ടി കൊണ്ടിടാനുള്ള സൗകര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് അയച്ചുകൊണ്ട് പോയതൊക്കെയാലും നന്നായി. പിന്നെ ഇനിയിപ്പോൾ പെയിൻറ്റ് പോറിയതെല്ലാം കൂടെ ഒന്ന് പോളിഷ് ചെയ്യുകയൊക്കെ ചെയ്യണം. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഉരഞ്ഞൊക്കെ ഇരിക്കുന്ന കുറച്ച് ടച്ച് ചെയ്യാനൊക്കെ ഉണ്ട്. ബാക്കിയെല്ലാം ഏകദേശം പണികളെല്ലാം പൂർത്തിയായി. ഇനിയിപ്പം നമുക്ക് അടുത്ത ട്രിപ്പ് എങ്ങനെയും പോകണമെങ്കിൽ വണ്ടി റെഡിയാണ്, എങ്ങോട്ട് വേണേലും പോകാം. അപ്പോൾ വണ്ടിയൊക്കെ റെഡിയായി. ഇനി എങ്ങോട്ടേലും പോകാൻ പ്ലാൻ ഉണ്ടോ? പിന്നെ നിങ്ങൾ അവിടെ ഇവിടെ എല്ലാം പോയിട്ട് വന്നിട്ട് ഞാൻ വെറുതെ ഇവിടെ ഇരിക്കുകയായിരുന്നു. വെറുതെ ഇരിക്കലായിരുന്നു, എക്സാം ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്നെ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോവാം കഴിവതും. നമുക്ക് ആലോചിക്കാം. എന്താ ആലോചിക്കുന്നേ? ഞാൻ ഈ വീട്ടിലല്ലേ, ഇതെന്തത്? അല്ല, അങ്ങനെയല്ല, നമ്മൾ പോകുന്നതിന് മുന്നേ നമ്മൾ പ്ലാൻ അതെ, അത് പ്ലാൻ ചെയ്യണം. ഞങ്ങളിപ്പോൾ നോർത്ത് ഈസ്റ്റ് പോയാലേ അപ്പൊ ഇനി ഒന്നേ അങ്ങോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞാൻ മാത്രം ഈ വീട്ടിൽ ഇപ്പൊ നോർത്ത് ഈസ്റ്റ് കാണാത്തുള്ളൂ, ബാക്കി എല്ലാരും കണ്ടിവിടെ. സാധാരണ എല്ലാ ട്രിപ്പിലും ഔട്ടാകുന്ന ഒന്നേ പൊന്നും അല്ലെ കുഞ്ഞിക്കണ്ണായിരുന്നു ഔട്ടായിക്കൊണ്ടിരുന്നത്. ഇതാണ് കുഞ്ഞിക്കണ്ണം വരെ നോർത്ത് ഈസ്റ്റ് കുഞ്ഞിക്കണ്ണ വരെ വന്നു, ദാമിക്കുട്ടി വരെ വന്നു. ഞാൻ മാത്രമേ ഉള്ളൂ. നിന്നെ നോർത്ത് ഈസ്റ്റ് പിന്നെ കൊണ്ടുപോകാം. ഞാൻ തന്നെ പൊക്കോളാം, നിങ്ങളോട് ഒന്നും എനിക്ക് പ്രതീക്ഷയില്ല. നിങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് പോയി നിങ്ങൾ വേറെ വേറെ സ്ഥലം ഇപ്പൊ പോകുന്നത്. ഇല്ല, അതൊക്കെ കൊണ്ടുപോയി സെറ്റ് ചെയ്യാം. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ട്രിപ്പ് ഒന്നും എങ്ങോട്ടാണെന്നൊന്നും പ്ലാൻ ചെയ്തില്ല, ലോങ് ട്രിപ്പ് ഒന്നും പ്ലാൻ ആയിട്ടില്ല. എന്നാൽ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.